ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഇംഗ്ലണ്ടിലെ പീറ്റർബർഗിലുള്ള ഒരു സ്ട്രോബെറി ഫാമിലാണ്. ഈ ഒരു സ്ട്രോബെറി ഫാമിൽ നമുക്ക് നടന്ന് സ്ട്രോബെറിക്ക് പറക്കാം. നമ്മൾ UK വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു സ്ട്രോബെറി ഫാം വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ സീസണാണ് ആക്ച്വലി. ഇവിടുത്തെ ഈ ഒരു അന്തരീക്ഷം കാലാവസ്ഥേൻ്റെ കാണുന്നത് നല്ല ഭംഗിയാണ് ഇവിടെ വന്നിട്ട്. നമ്മളപ്പോൾ ഇന്ന് ഈ ഒരു സ്ട്രോബെറി ഫാമിൽ കയറിയിട്ട് നമ്മൾ സ്ട്രോബെറിയൊക്കെ പറിച്ച് ചെയ്യും. ഇന്നത്തെ ഒരു ദിവസം ഇവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോണെയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾ കാണാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ നമ്മൾ ഫാമിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഫാമിൽ സ്ട്രോബെറി മാത്രമല്ല, ഒരുപാട് ബെറീസ് ഉണ്ട്. അതായത് ബ്ലൂബെറി, റാസ്ബെറി, അങ്ങനെ കുറേ ബെറീസൊക്കെ ഉണ്ട്. നമുക്ക് ഇത് ഇവിടെ കയറുന്നതിന് പൈസ ഇല്ല, പക്ഷെ നമ്മളത് പറിച്ചിട്ട് അതിൻ്റെ ഒരു വെയിറ്റ് അനുസരിച്ചാണ് ഇവിടെ ഒരു നമ്മൾ ക്യാഷ് കൊടുക്കുന്നത്. ഇന്നിപ്പോൾ ഇടദിവസം ആയതുകൊണ്ട് തന്നെ ഇവിടെ അത്ര വലിയ തിരക്കില്ല, എന്നാലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് അപ്പുറം ഇപ്പുറമായിട്ടൊക്കെ ഓരോരോ കൃഷിയൊക്കെ കാണാം കേട്ടോ. സ്ട്രോബെറിയൊക്കെ അവിടെ പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്ത് കയറിയിട്ട് നമുക്ക് സ്ട്രോബെറി പറിക്കാൻ നോക്കാം. ലെറ്റ്സ് ഗോ. അവിടെ അപ്പുറവും ഇപ്പുറമൊക്കെ ആയിട്ട് ആൾക്കാർ സ്ട്രോബെറി ഒക്കെ പറിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പാർക്കിംഗ് ആണ്, നമുക്ക് അതിലാണ് എൻട്രൻസ്. അതിൻ്റെ ഇവിടുത്തെ ഈ ഒരു ഫാമിൽ കൃഷി ചെയ്യുന്ന ഐറ്റംസാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ എന്നാണ് വിളവെടുപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഫിനിഷ് ചെയ്യുന്നതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് വേണം നമുക്ക് ഇതൊക്കെ പറിക്കാനായിട്ട്. ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് സ്ട്രോബെറീസ് ഉണ്ട്, അതുപോലെ റാസ്ബെറീസ് ഒക്കെ ഉണ്ടെന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതായത് നമുക്ക് ഫാമിൻ്റെ അകത്ത് കയറാം. വലിയ തിരക്കൊന്നും ഇല്ല ഇന്നിപ്പോൾ ഇടദിവസം ആയതുകൊണ്ട് തന്നെ. കയറുമ്പോൾ തന്നെ നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഷോപ്പും ഇതിൻ്റെ അവിടെയുള്ള ഒരു കഫേയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്ട്രോബെറി അല്ലാതെയും വാങ്ങിക്കാം. സ്ട്രോബെറി മാത്രമല്ല, ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് ഇവിടെ. നമുക്ക് ആ ഒരു റേറ്റ് കുറച്ച് ഇവിടെ നിന്ന് കിട്ടുമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ടിക്കറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ടിക്കറ്റ് ഇല്ലെന്നാണ് പറഞ്ഞത് അവർ. പക്ഷേ അവർക്ക് ഇങ്ങനെ നമ്മൾ വീഡിയോഗ്രാഫിയൊക്കെ ചെയ്യുന്നത് അത്ര വലിയ താല്പര്യമില്ല. നമുക്ക് ഓരോ ബാസ്ക്കറ്റുകൾ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബാസ്ക്കറ്റിന് ഓരോരോ റേറ്റാണ് വലിപ്പം അനുസരിച്ച്. അപ്പോൾ ആ ഒരു റേറ്റിനുള്ള ബാസ്ക്കറ്റ് എടുത്തിട്ട് അതിൽ കൊള്ളുന്ന സ്ട്രോബെറീസ് അതുപോലെ ബെറീസൊക്കെ പറിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ സ്ട്രോബെറി ഫീൽഡ്സിലാണ് നിൽക്കുന്നത്. ഈ കാണുന്നതൊക്കെ ഈ ഓരോരോ ബെറീസാണ്. ബ്ലാക്ക് കറൻസ് എന്ന് പറഞ്ഞാൽ ഒരു ബെറിയാണ്, അതിൻ്റെ ചെടിയാണ് ഈ നിൽക്കുന്നത്. അല്ലോ, ഈ കാണുന്നതാണ് ഈ ബ്ലാക്ക് കറന്റ് എന്ന് പറഞ്ഞ ഒരു ബെറി, അതിൻ്റെ ചെടികളാണ് ഈ നിൽക്കുന്നത് മുഴുവൻ. അപ്പോൾ ഇതൊരു ഹിൽ ഫാം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇതൊരു ഹില്ലിൻ്റെ മുകളിൽ തന്നെയാണ്. നമ്മൾ ഒരു ഹില്ലിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അവിടെയാണ് ഈ ഒരു തോട്ടം മുഴുവനുള്ളത്. അപ്പോൾ സൺഡേസും സാറ്റർഡേസാണ് ഇവിടെ കൂടുതൽ തിരക്ക്. ഇന്നിപ്പോൾ അത്രയും തിരക്കില്ല, എന്നാലും അത്യാവശ്യം ആളൊക്കെ ഉണ്ട്. നമ്മളപ്പോൾ ഈ കാണുന്നത് മൊത്തം സ്ട്രോബെറി ആണ്. നമ്മളത് പറിക്കാൻ വേണ്ടി. അപ്പോൾ ഈ കാണുന്ന മുഴുവൻ സ്ട്രോബെറീസ് ആണ് കേട്ടോ. അപ്പോൾ അവൾ പണി തുടങ്ങിയിട്ടുണ്ട്. നമുക്കും പറിക്കാം. നമുക്ക് പറിച്ച ആ ബാസ്ക്കറ്റിൽ ഇട്ടിട്ട് നമുക്ക് അതിൽ കൊള്ളുന്ന അത്ര എടുക്കാം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന മുഴുവൻ ഈ സ്ട്രോബെറീസ് ആണ്. കണ്ടോ, കുഞ്ഞിതാണ് കേട്ടോ, എന്താ കുഞ്ഞ് സ്ട്രോബെറീസ്. അപ്പം ഞാനൊരു സ്ട്രോബെറി പറിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴിച്ചു നോക്കട്ടെ, മധുരം ഉണ്ടോയെന്ന് അറിയണമല്ലോ. നല്ല സ്ട്രോബെറി. ഇതൊരു ചെറിയൊരു സൈസിലുള്ള സ്ട്രോബെറിയാണ്. അത്യാവശ്യം പുളിയും ഉണ്ട് കേട്ടോ. ഇതിന് പുളിയുണ്ട്, മധുരമുണ്ട്. ഒരുപാട് പേര് അവിടെയൊക്കെ പറിക്കുന്നുണ്ട് കേട്ടോ, പിള്ളേരൊക്കെ വന്നിട്ട്. രസം. വേണ്ട, നല്ല സ്ട്രോബെറി കേട്ടോ. നമ്മളപ്പോൾ ഇത്രയും പറിച്ച് നല്ല നോക്കി നല്ല സൈസുള്ളത് ഇതിലുണ്ട്, ഇടയിലൊക്കെ ഉണ്ട്. നമ്മളത് നോക്കി പറിക്കണം എന്നത്തുള്ളൂ. കേട്ടോ, ഇതൊക്കെ കുറച്ച് സൈസുള്ളതാണ്. നമുക്ക് കഴിക്കാം. ഹലോ, ഇത്രയുള്ള സ്ട്രോബെറി ഇടിയാൽ നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ. ഞാൻ നേരത്തെ ഒരെണ്ണം കഴിച്ചു. ഇവിടെ നിന്ന് കഴിക്കാൻ പാടോന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ കഴിച്ചു നോക്കുന്നുണ്ട്. ഇതിന് പൊളിയില്ല. ഇത് അത്യാവശ്യം നല്ല മധുരമുള്ള സ്ട്രോബെറി ആയിരുന്നു.
അപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല കാറ്റാണ്, നിങ്ങൾക്ക് കാണാം. ഞാനാണെങ്കിൽ വേറെ ജാക്കറ്റൊന്നും ഇട്ടില്ല, ടീഷർട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പക്ഷെ എന്നാലും തണുപ്പ് അത്ര ഇല്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു കാറ്റടിക്കുമ്പോൾ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നതല്ലാതെ വേറെ തണുപ്പില്ല. ഇതൊരു ഹില്ലിൻ്റെ ടോപ്പ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു വൈബാണ് ഇവിടുന്ന്. ഇത് കണ്ടോ, അങ്ങോട്ടേക്ക് മുഴുവൻ പാടങ്ങളും ഇതൊക്കെയാണ്. ഇടയ്ക്ക് നമുക്കൊരു വെയിൽ കിട്ടുമ്പോൾ ഒരു ചൂടും കിട്ടുന്നുണ്ട്. ഈ ഒരു സ്ട്രോബെറി തോട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ അപ്പുറത്തേക്ക് റാസ്ബെറി അതുപോലെ ബ്ലൂബെറി ഇതിൻ്റെയൊക്കെ ഫാമുകളുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് പോകണം. അവിടെ പോയിട്ട് നമുക്ക് അതും പറിക്കണം. നമുക്ക് തന്നിരിക്കുന്ന ബാസ്ക്കറ്റ് ഫുൾ ആയി കഴിഞ്ഞാൽ നമുക്ക് 10 പൗണ്ടാണ് ആ ഒരു ബാസ്ക്കറ്റ് നമ്മൾ പേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെന്തായാലും നമ്മൾ ഫസ്റ്റ് വാങ്ങിച്ച ആ ബാസ്ക്കറ്റ് നിറച്ച് സ്ട്രോബെറി എടുക്കാനാണ് തീരുമാനം. നമുക്ക് ഒരു ബാസ്ക്കറ്റ് കൂടി അടുത്ത കൃഷി സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് എടുക്കാം, എന്നിട്ട് അതിൽ വേറെ ബെറീസും കൂടി പറിക്കാം. നല്ല കാറ്റാണല്ലേ, പറന്നു പോകുന്നതാണ്. UK അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണ്. പക്ഷേ ഇവിടെ വെയിൽ കിട്ടുമ്പോൾ ഒരു അറ്റ്മോസ്ഫിയർ നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട് വെയിലുള്ളപ്പോൾ. കാരണം പൊതുവേ വെയിലുള്ളപ്പോൾ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ വെട്ടിത്തിളങ്ങുന്ന ഒരു ക്ലൈമറ്റ് ആയിരിക്കും. കണ്ടോ, കട്ട് തിന്നു നോക്കിയേ. നമുക്ക് 10 പൗണ്ടിന് തിന്നാനായിട്ടുള്ള പെർമിഷൻ ഇല്ല, ബാസ്ക്കറ്റിൽ നിറയ്ക്കാനുള്ള പെർമിഷനേ ഉള്ളൂ. പക്ഷെ ആരും ഇല്ല കേട്ടോ ഇവിടെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഇടയ്ക്ക് കഴിക്കുമ്പോൾ രസമല്ല നമ്മൾ പറിച്ച് കഴിക്കുമ്പോൾ. ഞാനും പറഞ്ഞം കട്ട് തിന്നട്ടെ. ഈ ഒരു സ്ട്രോബെറി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സ്ട്രോബെറിൻ്റെ അത്ര മധുരമില്ല, എന്തൊരു പ്രത്യേകത ഉണ്ട് ഈ ഒരു സ്ട്രോബെറിക്ക്. ചെറുതെടുക്കുമ്പോൾ പൊളിയുണ്ട്, അത്യാവശ്യം നല്ല പഴുത്തെടുക്കുമ്പോൾ നല്ല മധുരം തോന്നുന്നുണ്ട്. ഇങ്ങനെ കട്ട് തിന്നുകൊണ്ടിരിക്കുകയാണ് കൃഷി. നമ്മുടെ ബാഗിലെ ശേഖരിക്കാൻ നമുക്ക് പെർമിഷൻ ഉള്ളൂ, നമുക്ക് കഴിക്കാൻ അങ്ങനെ പെർമിഷൻ ഇല്ല. എങ്കിലും ഒരു രസമാണല്ലോ ഇവിടെ നിന്ന് പറിക്കുമ്പോൾ. ഇവിടെ നമ്മൾ വേറൊരു ബെറി ആണല്ലോ, അതിൻ്റെ ചെടികളാണ് നിൽക്കുന്നത്. പക്ഷേ ഇത് ടേസ്റ്റ് ചെയ്യുമ്പോൾ അതൊരു സുഖമുള്ള ടേസ്റ്റ് അല്ല. ഇത് കണ്ടോ, ഇത്രേ ഉള്ളൂ ഇതിൻ്റെ കായൊക്കെ. ഇത് കഴിച്ചു നോക്കട്ടെ. ഇത്ര സുഖമുള്ള ഒരു ടേസ്റ്റ് അല്ല, ഒരു ചവർപ്പ് പോലത്തെ, എന്തൊരു ചവർപ്പ്. അപ്പോൾ നമ്മൾ ഇത്രയും സ്ട്രോബെറി പറിച്ച് ഞങ്ങളൊന്ന് റെസ്റ്റ് എടുക്കുകയാണ്. കാരണം നമ്മളവിടെ ആ വെയിലത്ത് കുറേ നേരം നിന്നല്ലോ, അപ്പോൾ ഒരു ചെറിയൊരു ക്ഷീണം. അപ്പോൾ ഇവിടെ ഈ ഒരു ചെറിയൊരു പാർക്കാണ് കേട്ടോ, ഇവിടെ കുട്ടികൾക്കുള്ള പാർക്കാണ്. ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ച്. നമുക്ക് അപ്പുറത്താണ് റാസ്ബെറീൻ്റെ തോട്ടമുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫാമിൽ വന്നിട്ട് നല്ലൊരു വൈബാണ് കേട്ടോ. ഇവിടെ ഈ ഒരു പച്ചപ്പും ഈ ഒരു കൃഷിയൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു മനസ്സിലൊരു ഇതാണ്, കുളിർമയാണ്. എന്തായാലും ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഫാമിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രോബെറി പറിച്ചു, ഇനി നമ്മൾ അടുത്തത് റാസ്ബെറി പറിക്കാൻ വേണ്ടി പോണേണ്. അപ്പോൾ അതുപോലെ കുറേ ബെറീസ് ഉണ്ട് ഇവിടെ, ഓരോ സീസൺ അനുസരിച്ചാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കയറുമ്പോൾ തന്നെ. നമുക്കൊരു ബാസ്ക്കറ്റ് കൂടി എടുക്കാം ഇനി. ഈ ഒരു ബാസ്ക്കറ്റിൽ ഇനിയിപ്പോൾ കൊള്ളില്ല. ഇപ്പോൾ ഫാമിലൊക്കെ നടന്ന് ക്ഷീണിച്ചുകൊണ്ട് ഒരാൾ അവിടെ പോയിട്ട് ഊഞ്ഞാലൊക്കെ ആടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയുള്ളൊരു ചെറിയൊരു പാർക്കാണ് കേട്ടോ. ഇവിടെ നല്ല രസമുണ്ട് ഇപ്പോൾ വന്നിരിക്കാനായിട്ടൊക്കെ. അപ്പോൾ നമ്മൾ സ്റ്റോറേജ് എന്നിട്ട് വേറൊരു ബാസ്ക്കറ്റ് കൂടി വാങ്ങിച്ചിട്ടാണ്. മറ്റേത് ഒരു കിറ്റ് നിറച്ചുകൊണ്ട് നോക്കി, ഇത്രയും സാധനമുണ്ട്. മറ്റേത് ഒരു ബാഗ് നിറച്ചു കിട്ടി. അത് നമുക്ക് 10 പൗണ്ടായി. 10 പൗണ്ടിന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ ഇത്രയും കിട്ടില്ല. പിന്നെ ഇതുപോലെ പറക്കുന്ന എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഇത് റാസ്ബെറീസ് ആണെന്ന് എനിക്ക് തോന്നണേ. റാസ്ബെറി പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ബാസ്ക്കറ്റിലാണ് ഇനി അത് ശേഖരിക്കേണ്ടത്. കണ്ടോ, ഇത് ബ്ലാക്ക് ബെറിയാണ്. ബ്ലൂബെറി വേറൊരു ടൈപ്പാണ്. ഇത് ബ്ലാക്ക് ബെറി എന്ന് പറയും. കുറച്ച് പഴുത്ത് കഴിയുമ്പോൾ ഇതൊരു ബ്ലാക്ക് കളറാണ്. അപ്പോൾ നമ്മൾ ഇതാണ് കേട്ടോ നമ്മുടെ ബ്ലാക്ക് ബെറി പറിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നിൽക്കുന്ന മുഴുവൻ ബ്ലാക്ക് ബെറിയാണ്. ഈ വെയിലാണ് മൊത്തം ഈ ബ്ലാക്ക് ബെറീസ് ഉള്ളത്. ഇതിന് പഴുത്ത് കഴിയുമ്പോഴാണ് ഈ ഒരു ബ്ലാക്ക് കളർ വരുന്നത്, അല്ലെങ്കിൽ ഒരു റെഡിഷ് കളറാണ്. കഴിച്ചു നോക്കട്ടെ. നല്ല പുളിയാണ്, മധുരം തോന്നുന്നില്ല. നമ്മൾ സ്ട്രോബെറി അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു, പക്ഷേ ഇത് നല്ല പുളിയാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ ബ്ലാക്ക് ബെറി. ഇത്രയും പറിച്ചു നമുക്ക് ഇനി അങ്ങോട്ട് മുഴുവൻ ഇങ്ങനെ തോട്ടങ്ങളാണ്. ഈ ബ്ലാക്ക് ബെറീൻ്റെ ഒപ്പം തന്നെ അപ്പുറത്ത് റാസ്ബെറി ഉണ്ട്, നമുക്ക് അതും പറിക്കാം. അതുപോലെ നമുക്ക് പറ്റുന്ന മാക്സിമം ഒന്ന് പറിച്ചിട്ട് പോവാം. അപ്പോൾ അതാണ് ഇവിടെ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ടുള്ളത്. ഇങ്ങനെ ഈ ഒരു കൃഷി നമുക്ക് പറിച്ച് ആവശ്യത്തിന് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം.
കടയിൽ നിന്ന് മേടിക്കുന്ന കുറച്ചും കൂടി വലുത് കിട്ടാറുണ്ട്, പക്ഷേ ടേസ്റ്റൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും സാധനം പറിച്ചിട്ടോ, സ്ട്രോബെറി ഇത്രയും കിട്ടി നമുക്ക്. അപ്പോൾ ഇതൊരു 6.5 പൗണ്ടിൻ്റെ റാസ്ബെറി ബ്ലാക്ക്ബെറി ഒക്കെ എടുത്ത് ഇതൊരു 10 പൗണ്ടിനുള്ള സ്ട്രോബെറി ഉണ്ട്. നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ ഇത്രയും ഇത് കിട്ടില്ല, ഒരു രസം കിട്ടില്ല. ഇത് നമ്മളിങ്ങനെ ഫാമിൽ ഒന്ന് പറിക്കുമ്പോൾ ഒരു രസം ഉണ്ടല്ലോ, അത് നമുക്ക് നല്ല രീതിക്ക് എൻജോയ് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മളെ ഇവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് കോഫിയും പിന്നെ കേക്കൊക്കെ വാങ്ങിച്ചു. നമുക്ക് നല്ല വിശപ്പുണ്ട്. ഇപ്പോൾ സമയം 4 മണിയായി, നമുക്ക് തിരിച്ചു പോകേണ്ട സമയമായിരുന്നു. നമ്മളിപ്പോൾ റാസ്ബെറി സംഭവമൊക്കെ പറിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ വേറെ ഒന്നുമില്ല. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ കൃഷി വിളവെടുപ്പ് നടത്തുന്നത് ഇത്ര ഐറ്റമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പറിച്ചു. ഇവിടെ നല്ല കാറ്റുണ്ടോ, നമ്മൾ പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് പ്രാണികളൊക്കെ ഒന്ന് വീഴുന്നുണ്ട്. പക്ഷേ നല്ല രസമാണ് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കഴിക്കാനായിട്ടൊക്കെ, പുറത്തിരുന്ന് കാറ്റൊക്കെ കൊണ്ട് കഴിക്കാനായിട്ട്. ഇനി നമുക്ക് ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ തിരിച്ച് നടന്നിട്ട് ബസ് സ്റ്റോപ്പിൽ ചെന്നിട്ട് ബസ് കയറിയിട്ടാണ് നമുക്ക് തിരിച്ചു പോകേണ്ടത്. അപ്പോൾ നമ്മുടെ ഫാം വിസിറ്റൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും സ്ട്രോബെറിയാണ് പറിച്ചിരിക്കുന്നത്. റാസ്ബെറി നമ്മൾ വേറെ പറിച്ചിട്ടുണ്ട്, അത് നമ്മൾ ബാഗിൽ വെച്ചേക്കണേണ്. അപ്പോൾ നല്ല ചുവന്ന സ്ട്രോബെറി നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇവിടെ അടുത്തുള്ളവരൊക്കെ ഈ ഒരു ഫാം ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു കുഞ്ഞു വീഡിയോയിലുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, സീ നെക്സ്റ്റ് വീഡിയോ, ബൈ.